ഹലോ! നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാർത്തിക് ലിക്വിഡിന്റെ പുതിയ വിശേഷം കണ്ടാലോ? നമ്മുടെ സുഭാഷ് ചേട്ടൻ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ സാമ്പാറിന്റെ കഷ്ണത്തിന്റെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ നികേഷ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉത്തരം നമ്മുടെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിധി കുളിച്ചൊക്കെ ഒരുങ്ങി വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങളെ പിണക്കൊക്കെ മാറിയോന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ പിണങ്ങിയിരിക്കാനാ, സുഭാഷ് ചേട്ടനോട് പിണങ്ങിയിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. സുഭാഷ് ചേട്ടൻ തിരിച്ചു അങ്ങനെ തന്നെയാട്ടോ, അനിയന്മാരോടൊന്നും പിണങ്ങിയിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി നമ്മളെ നികേഷൊക്കെ അത് കുടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നിധി പറയാണ്, അച്ഛനുണ്ടായി ഞാൻ കൊടുത്തോളാം, അച്ഛൻ എന്നോട് കുറച്ച് ഗൗരവത്തിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി അച്ഛന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ ഹരീഷും സുധീഷും അവിടുന്ന് തിരക്ക് കൂടുന്നത്. അവർ എന്തോ സോഷ്യൽ മീഡിയേൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് തിരക്ക് കൂടുന്നത്. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഇനി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കളിച്ചാലെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു ഇൻഫ്ലുവൻസർ ആയെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹരീഷ് അതിനെന്തൊക്കെയോ കമൻ്റ് അടിക്കുന്നുണ്ട്. അത് സുധീഷിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ ഫേമസ് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരക്ക് കൂടുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി കയറി അതിൽ കയറി ഇടപെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഭാസ്കരൻ അച്ഛൻ്റെ പിണക്കൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ നിധി ഭാസ്കരൻ അച്ഛന് ചായയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ അച്ഛന് ചായ വാങ്ങിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നിധി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കില്ലേ, അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ പോയതിന് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കും, അച്ഛൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഞാൻ വിചാരിച്ചില്ല ഇത്രത്തോളം ആവുമെന്ന് വിചാരിച്ചില്ല, ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി പോകുമ്പോൾ അവർ സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അതുകൊണ്ടാട്ടോ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ നിനക്ക് വേണ്ടി വട വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭാസ്കരനച്ഛൻ നിധിയുടെ കയ്യിൽ വട കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ മാത്രം ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി, അവർക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മളെ സുഭാഷ് ചേട്ടൻ പുറത്ത് വാതിലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സുഭാഷ് ചേട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും ഭാസ്കരൻ അച്ഛൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിധിയെ ഒരു മരുമകളായിട്ട് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിധി വന്നു കയറിയത് ഒരു ഒരു ഫേക്ക് മാരേജ് ആണ്. എല്ലാ കാര്യവും ഇപ്പോൾ ഭാസ്കരൻ അച്ഛൻ അറിഞ്ഞതാണ്, ഓൾറെഡി എല്ലാ കാര്യവും കേട്ടതാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു മരുമകളോട് കാണിക്കുന്ന സ്നേഹം എന്തായാലും നിധിയുടെ അടുത്ത് അദ്ദേഹം കാണിക്കുന്നുണ്ട്. നിധിയോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിധിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടന് വളരെയധികം സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ നിധിക്കായിട്ട് കൊടുത്ത വട നിധി ആദ്യം പോയിട്ട് നമ്മളെ അനിയന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നികേഷാണെങ്കിൽ ആദ്യം വാങ്ങിക്കുന്നില്ല, പുറത്തിരിക്കുന്ന ആൾ തന്നതല്ലേ എനിക്ക് വേണ്ടെന്ന് പറയണേ. അപ്പോൾ നമ്മളെ നിധി ചൂടായിട്ട് പറയുമ്പോൾ നികേഷ് കഴിക്കട്ടോ, ഏട്ടത്തി പറഞ്ഞുകൊണ്ട് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മളെ സുധീഷാണെങ്കിൽ അച്ഛനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ, ഒന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛനല്ലേ എന്ന് നമ്മളെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരെല്ലാവരും കൂടി വടയൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നിധിയെ അവർ ഓർമ്മിപ്പിച്ചത്, നമുക്ക് സുഭാഷ് ഏട്ടനോട് ആ കാര്യം പറയണ്ടേന്നുള്ളത്. അപ്പോൾ ഏത് കാര്യം എന്ന് വെച്ചാൽ കല്യാണക്കാര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മാട്രിമോണിയിൽ ഒന്ന് സെറ്റായി ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയണ്ടേന്ന്. അങ്ങനെ അത് പറയാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ്, എന്തായാലും സത്യം ഇതുവരെ സുഭാഷ് ചേട്ടനോട് തുറന്നു പറഞ്ഞിട്ടില്ല, ജ്യോതി എന്ന പെൺകുട്ടി തിരിച്ചിട്ട് ഇത് ഓക്കെ അല്ല എന്ന് പറഞ്ഞ കാര്യം സുഭാഷ് ചേട്ടന് അറിയില്ല. അപ്പോൾ ഇവർ ആ കാര്യം ആദ്യം അവതരിപ്പിച്ചു കേട്ടോ. അത് അവതരിപ്പിച്ചത് ആ കുട്ടിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലല്ല, സുഭാഷ് ചേട്ടാ ആ കല്യാണക്കാരൻ നമുക്ക് വേണ്ട, ആ പെൺകുട്ടി ആൾ ശരിയല്ല, അവൾ ഭയങ്കര ചൂടത്തിയാണ്, 2-3 കമ്പനിയിൽ നിന്നൊക്കെ അവളെ ഒഴിവാക്കിയതാണ്, അവളെ ചൂടാവലുണ്ടെന്നൊക്കെ പറഞ്ഞ് സുധീഷ് അങ്ങ് തള്ളി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സുഭാഷ് ചേട്ടനൊരു വിഷമം വേണ്ട, ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഒഴിവായി എന്നുള്ളൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഇവരിങ്ങനെ പറഞ്ഞത്. അപ്പോൾ സുഭാഷ് ചേട്ടന് ഒരു സംശയം തോന്നിയത്, സുഭാഷ് ചേട്ടൻ പറഞ്ഞ്, എന്നെ ഇങ്ങോട്ട് വിളിച്ച പെൺകുട്ടി ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നില്ല, അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം, അല്ലാതെ നിങ്ങൾ പറഞ്ഞതൊന്നും അല്ല എന്നുള്ളത് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ ഇവരതിനെ എതിർത്തിട്ടാട്ടോ പറയുന്നത്. അങ്ങേർക്കൊരു സങ്കടമാവണ്ട, ഒരു വിഷമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. സുധീഷിൻ്റെ തള്ളിമറിക്കൽ ഇവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്തിനാ അങ്ങനെ പറഞ്ഞത്, കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയെന്നൊക്കെ എന്തിനാ പറഞ്ഞതെന്നൊക്കെ ഹരീഷ് പറഞ്ഞ് ചൂടാവുന്നുണ്ട്. എന്തായാലും ആ കാര്യം അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ശേഷം ഇവർ പുതിയ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് നിധി പറയുന്നുണ്ട്, നമുക്കത് പോയി അന്വേഷിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, എല്ലാത്തിനും സമയമുണ്ടല്ലോ, സാവകാശത്തിൽ നമുക്ക് ചെയ്യുക കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാട്ടോ അവർ സംസാരിക്കുന്നത്. അവസാനം പറ്റി ഒരുപാട് നേരം പറയുമ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ഒരുപാട് സമയം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടനും എന്നാൽ ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ സുഭാഷ് ചേട്ടനും ഓക്കെ പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണ കാര്യത്തിൽ നിധിക്ക് നല്ല രീതിയിൽ ആത്മാർത്ഥത ഉണ്ട് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, സുഭാഷ് ചേട്ടൻ ഈ വീടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിധിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങേർക്കൊരു ജീവിതം വേണമെന്ന് നിധി നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനിയന്മാരൊക്കെ അവരുടെ ടൈം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടൻ എന്തായാലും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യൂല. എല്ലാ കാര്യങ്ങളും അനിയന്മാരത് സെറ്റാക്കിയതിന് ശേഷമേ അങ്ങേരെ കാര്യം നോക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നിധിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങേരെ ഒന്ന് സേഫ് ആക്കാം, അങ്ങേർക്കൊരു ജീവിതം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളെ നിധി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും സുഭാഷ് ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ നമ്മളെ നിധി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുനന്ദയെ അവിടെ വെച്ച് കാണുകയാണ്. സുനന്ദ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നിധിയെ കാണേണ്ട ഉടനെ സുനന്ദ ഇങ്ങോട്ട് നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, നിങ്ങളന്ന് വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു, എല്ലാം എന്നെ കൊണ്ടല്ലേ, ഞാൻ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായി, സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അന്ന് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല, ഞങ്ങളായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അന്ന് അങ്ങനെ വന്ന് പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടായല്ലേ, ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്കതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സുനന്ദ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കും അമ്മയ്ക്കൊരു വഴിപാടുണ്ട്, അമ്മ കൗണ്ടറിലുണ്ട്, അമ്മ എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുന്നു, ഞാനത് മുടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ നിധിയോട് പറയുന്നുണ്ട് കേട്ടോ. നിധിക്ക് ഇത് കേട്ടിട്ട് സുനന്ദയോടൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇഷ്ടപ്പെട്ട ഒരു കാര്യം തുറന്നു പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് സുനന്ദയ്ക്ക്. പക്ഷേ ഈ സുഭാഷ് ചേട്ടനുമായിട്ടുള്ള ഈ വിവാഹത്തിന് സുനന്ദ കുറച്ചും കൂടി മുൻകൈ എടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഇവരുടെ കൂടെ നിൽക്കുക, എന്തായാലും ഇവരെന്തായാലും അംഗീകരിക്കുമല്ലോ. പിന്നെ ഭാസ്കരനച്ഛനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാമായിരുന്നു. പക്ഷെ സുനന്ദ ഒന്നിനും മുന്നിട്ടിറങ്ങാത്തത് കൊണ്ടാണ് സുഭാഷ് ചേട്ടനുമായിട്ടുള്ള കല്യാണക്കാര്യത്തിൽ യാതൊരുവിധ തീരുമാനമാവാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെ നടക്കാമെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.